അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശാരീരികമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരെ നമുക്ക് കാണാൻ കഴിയും. അത്തരക്കാർക്ക് ഒരു ആത്മീയ ചികിത്സയാണ് ഞാൻ ഇന്നു പറയുന്നത്. രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പേടിക്കപ്പെടുന്ന രോഗത്തിൻ്റെ പേരുകളും അധികരിച്ച കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. എല്ലാ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. രോഗങ്ങൾ അധികരിക്കാനുള്ള ധാരാളം കാരണങ്ങൾ ഉണ്ട്. അതിൽപ്പെട്ടതാണ് അമിതമായ ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. ഏതു ഭക്ഷണം കണ്ടാലും കഴിക്കണം എന്ന് മനസ്സ് തോന്നിപ്പിക്കുക. ജങ്ക് ഫുഡ് അമിതമായി കഴിക്കുക, ബിരിയാണി അമിതമായി കഴിക്കുക, മന്തി അമിതമായി കഴിക്കുക, ചുട്ടതും കരിച്ചതും പൊരിച്ചതും എല്ലാം അമിതമായി കഴിക്കുക. ഇത് കാരണമായിട്ട് ഇന്ന് രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പലർക്കും ക്യാൻസറാണ്, ഹാർട്ട് അറ്റാക്കാണ്, ഹാർട്ട് ബ്ലോക്കാണ്, കിഡ്നിൻ്റെ തകരാറാണ്, മാരകമായ രോഗമാണ്, ശരീരത്തിൽ ആസകലം വ്രണമാണ്, രക്തവും ചലവും പൊട്ടിയൊലിക്കുന്ന നിലക്ക് വ്രണങ്ങൾ അധികരിച്ചു കഴിഞ്ഞു. ശരീരത്തിൻ്റെ അവയവങ്ങളിൽ മുഴകൾ പ്രത്യക്ഷമാവാൻ തുടങ്ങി. എല്ലാത്തിൻ്റെയും കാരണങ്ങൾ നമുക്ക് അമിതമായ ഭക്ഷണം സ്വീകരിച്ചു എന്നത് തന്നെയാണ്. അതല്ലാതെ ധാരാളം കാരണങ്ങൾ ഉണ്ട്. അതുകൊണ്ട് വിശന്നാൽ ഭക്ഷണം കഴിക്കുക. വെള്ളം നമുക്ക് ദാഹിച്ചാലും ഇല്ലെങ്കിലും കുടിക്കാം, അത് ശരീരത്തിന് പ്രയാസം വരുത്തില്ല. എല്ലാം അമിതമായി സ്വീകരിക്കുമ്പോൾ അത് പ്രയാസത്തിലേക്ക് എത്തിക്കും. ശാരീരികമായ രോഗം മാറാൻ വേണ്ടിയുള്ളൊരു ആത്മീയ ചികിത്സ ഞാൻ പറയാം. നിങ്ങൾ ചെയ്യേണ്ടത് മഴവെള്ളം എടുക്കുക. ആ മഴവെള്ളത്തിൽ സംസം വെള്ളം ചേർക്കണം. ആ സമയത്ത് നിയ്യത്ത് വെക്കണം, എൻ്റെ ശാരീരികമായ എല്ലാ രോഗങ്ങളും അല്ലാഹ് നീ ശിഫയാക്കി തരണേ അല്ലാഹ്. ശേഷം നിങ്ങൾ ഈ വെള്ളത്തിലേക്ക് ബദരീങ്ങളുടെ പേരിൽ 313 ഫാത്തിഹ മന്ത്രിച്ച് ഊതുക. അതോടൊപ്പം യാസീൻ നിങ്ങൾ മന്ത്രിച്ച് ഈ വെള്ളത്തിൽ ഊതണം. ഒരു യാസീനോ ഇനി കഴിഞ്ഞാൽ 11 യാസീനോ മന്ത്രിച്ച് ഈ വെള്ളത്തിൽ ഊതുക. ശേഷം വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ എന്ന ആയത്ത് 313 പ്രാവശ്യം മന്ത്രിച്ച് ഈ വെള്ളത്തിൽ ഇഷ്ഫി എന്ന് പറഞ്ഞു ഊതുക. ഈ വെള്ളം രാവിലെയും ഉച്ചക്കും രാത്രിയും രോഗി കുടിക്കുക. ശരീരത്തിലേക്ക് അല്പം പുരട്ടിക്കൊടുക്കുക. തുടരെ 41 ദിവസം മരുന്ന് കഴിക്കും പോലെ ഈ ആത്മീയമായ വെള്ളം കഴിക്കുക. ഇൻഷാ അല്ലാഹ് രോഗത്തിന് മാറ്റം അല്ലാഹു തരും. ഈ രോഗം മാറുന്ന രോഗത്തിൽപ്പെട്ടതാണെങ്കിൽ അല്ലാഹു ഈ പറഞ്ഞ ചികിത്സയിലൂടെ ശിഫ തരും. അതല്ല അല്ലാഹുവിൻ്റെ തീർമാനം മറ്റൊന്നതാണെങ്കിൽ ഖൈറായ രൂപത്തിൽ അല്ലാഹു ആ തീർമാനം നടപ്പിൽ വരുത്തും. എല്ലാം അല്ലാഹുവിൻ്റെ ഖദർ ഖലാ കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ്. നാം ഖൈറായ കാര്യങ്ങൾ ചെയ്യുക. അല്ലാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിത്തരട്ടെ. രോഗം വന്നാൽ ചികിത്സ ഏതും നമുക്ക് ആവാം. ഭൗതികവും അഭൗതികവുമായ ചികിത്സ നടത്താം. ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട വിഷയമാണെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ കാണിക്കേണ്ടതാണ്. അതോടൊപ്പം ഈ ആത്മീയമായ വഴിയും സ്വീകരിച്ചാൽ നമ്മുടെ രോഗത്തിന് പെട്ടെന്ന് ശിഫ അല്ലാഹു തരും. അല്ലാഹു തരട്ടെ. പ്രയാസപ്പെടുന്നവർ ഈ ചികിത്സ നടത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.